Good morning. Welcome to our new auditing class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യുവേഷൻ ആണ്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ജനറൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസ്, അസറ്റുകൾ 5 തരം: ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. പിന്നെ അതുപോലെ പറഞ്ഞത് ലയബിലിറ്റീസിനെ കുറിച്ചായിരുന്നു. കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി, കോണ്ടിജന്റ് ലയബിലിറ്റി. പിന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് അസറ്റുകളെ കുറിച്ച്: ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ബാലൻസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ലോൺസ് അഡ്വാൻസ്ഡ്. അതിൽ തന്നെ ലോൺസ് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്, ലോൺസ് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ലോൺസ് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക്, ലോൺസ് എഗെയിൻസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞത് ബിൽസ് റിസീവബിൾ. അല്ലേ? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യുവേഷൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ നമ്മൾ 5th ആയിട്ട് പറയുന്നത് ഡെപ്റ്റേഴ്സ്. എന്താണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? Regarding book debts, the auditor should get a list of debtors duly certified by responsible officers of the company. ഇപ്പോൾ ഒരു ഓഡിറ്റർ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ് വൗച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, അല്ലേ, ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഹി ഷുഡ് സീ ദാറ്റ് ദ ഡെപ്റ്റ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആർ ഗുഡ് ആൻഡ് റിക്കവറബിൾ. എന്നിട്ട് ഈ ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? അതായത് ഇത്രയും ലിസ്റ്റിലുള്ള, ഇപ്പോൾ ഒരു 10-15 പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള ആളുകളുടെ ഡെപ്റ്റർ അല്ലെങ്കിൽ അവരുടെ ക്യാഷ് നമുക്ക് റിക്കവറബിൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോപ്പർ വേയിലൂടെ നമുക്ക് പോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇഫ് ഹി ഡസ് നോട്ട് പേ മച്ച് അറ്റൻഷൻ ടു ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ, ദ ഓഡിറ്റർ വിൽ ബി ഹെൽഡ് ഗിൽറ്റി. അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേസിൽ നമ്മൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. പിന്നെ ബുക്ക് ഡെപ്റ്റ്സ് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, ദ ഡെപ്റ്റ് ഓഫ് എ കമ്പനി ഷുഡ് ബി ഷോൺ ആസ് അണ്ടർ. എങ്ങനെയാണ് അത് കാണിക്കുന്നത്? ഡെപ്റ്റ്സ് കൺസിഡർഡ് ഗുഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ കമ്പനി ഈസ് ഫുള്ളി സെക്യൂർഡ്. ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ വിച്ച് കമ്പനി ഈസ് ഫുള്ളി സെക്യൂർഡ്, ഡെപ്റ്റ്സ് കൺസിഡർഡ് ഗുഡ്. ഇനി ഡെപ്റ്റ്സ് കൺസിഡർഡ് ഗുഡ് ഫോർ വിച്ച് ദ കമ്പനി ഹോൾഡ്സ് നോ സെക്യൂരിറ്റി അതർ ദാൻ ദ ഡെപ്റ്റേഴ്സ് പേഴ്സണൽ സെക്യൂരിറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഡെപ്റ്റ്സ് കൺസിഡർഡ് ഡൗട്ട്ഫുൾ ഓർ ബാഡ്. അങ്ങനെ 3 രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു ബുക്ക് ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഇവിടെ എഴുതിയിട്ടുള്ളൂ. 15 പോയിൻറ്റോളം വരുന്നുണ്ട്. അതായത് ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ഡ്യൂലി സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഹി ഷുഡ് സ്ക്രൂട്ടനൈസ് ദ ആക്യുറസി ഓഫ് ദ ഡെപ്റ്റേഴ്സ് ലിസ്റ്റിലെ, അതായത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡെപ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, അതിൻ്റെ ആക്യുറസി എന്ത് ചെയ്യുക? സ്ക്രൂട്ടനൈസ് ചെയ്യുക. ദ നെക്സ്റ്റ് പറയുന്നു ഹി ഷുഡ് വെരിഫൈ ദ ആക്ച്വൽ എക്സിസ്റ്റൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് വിത്ത് ദ കൺഫർമേഷൻ ലെറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഡയറക്ട്ലി റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലെറ്റർ റിസീവ് ചെയ്തിട്ട് അത് ആക്ച്വൽ എക്സിസ്റ്റൻസ് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ 4th വൺ പറയുന്നു ഓഡിറ്റർ ഷുഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദോസ് ബാലൻസസ് ഫോർ വിച്ച് കൺഫർമേഷൻസ് ആർ നോട്ട് അവൈലബിൾ. കൺഫർമേഷൻ കിട്ടാത്ത ഏതെങ്കിലും കേസുകളാണെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ദ സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക് വിത്ത് ദ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ. സെയിൽസ് ലെഡ്ജറും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ലെഡ്ജറും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ദ സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദ സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്. സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക് എന്ന് നോക്കിയിട്ട് സെയിൽസ് ലെഡ്ജർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡു നോട്ട് നെക്സ്റ്റ് ഹി ഷുഡ് സീ ദാറ്റ് ദ ബുക്സ് ഡെപ്റ്റ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആർ റിക്കവറബിൾ. നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ അഡിക്കേറ്റ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് ആണോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഡെപ്റ്റ് ഡ്യൂ ബൈ ഡയറക്ടേഴ്സ് ഓർ അതർ ഓഫീസേഴ്സ് ഓർ പാർട്ട്നേഴ്സ് വർ സെപ്പറേറ്റ്ലി സ്റ്റേറ്റഡ്. സെപ്പറേറ്റ് പറയുന്നതാണെങ്കിൽ നമ്മളത് ബാഡ് ഡെപ്റ്റ് ആണോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണോ എന്നുള്ളത് സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ദ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ദ അതർ കമ്പനീസ് അണ്ടർ സെയിം മാനേജ്മെൻറ്റ് ഷുഡ് ബി ഇൻഡിക്കേറ്റ് വിത്ത് ദ നെയിംസ് ഓഫ് ദ കമ്പനി ആൻഡ് ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് ജെന്യൂൻ ഓർ നോട്ട്. നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ഡെപ്റ്റ്സുകൾ ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് പറയുന്നു ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ഫോറിൻ കൺട്രീസ് കുഡ് ബി കൺവേർട്ടഡ് അറ്റ് ഹോം കറൻസി. നമുക്ക് ഫോറിൻ കൺട്രിയിലുള്ള എന്തെങ്കിലും ഡെപ്റ്റ്സുകൾ ഹോം കറൻസിയിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം.
പിന്നെ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് കസ്റ്റമേഴ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് അണ്ടർ ഹയർ പർച്ചേസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ദേ ആർ നോട്ട് ഫുള്ളി ട്രീറ്റഡ് ആസ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഹയർ പർച്ചേസിന് അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് നോട്ട് ഫുള്ളി നമ്മൾ എന്തായിട്ട് കാണില്ല, ഡെപ്റ്റായിട്ട് കാണില്ല. ഇൻ ദ കേസ് ഓഫ് കമ്പനി അക്കൗണ്ട്സ് ഓൾസോ ഷുഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഫോർ ദ ബാലൻസ് ഷീറ്റ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 1956 പ്രകാരം അത് ഓഡിറ്റർ ഡെപ്റ്റേഴ്സിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇങ്ങനെ ഒരു 10-14 പോയിൻ്റാണ് നമ്മൾ ഈ ഒരു ഡെപ്റ്റേഴ്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. കാരണം ഡെപ്റ്റേഴ്സിൻ്റെ ബുക്കുകൾ വെരിഫൈ ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെൻട്രി. ആറാമത്തെ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെൻട്രി. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റാണ്. അത് ഒരു ഓഡിറ്റർ സാറ്റിസ്ഫൈ രീതിയിൽ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ രീതിയിൽ അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രോഡ് എററൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി സ്റ്റോക്ക് തന്നെ 3 രീതിയിൽ വരുന്നുണ്ട് നമുക്കറിയാം. റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്. 3 രീതിയിലാണ് എന്ത് വരുന്നത്? സ്റ്റോക്ക് വരുന്നത്. ഇനി ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി, സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂ ചെയ്യാനുള്ള ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണെന്നാണ് പറയുന്നത്. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ടു ബി വാല്യൂഡ് അറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. പല മെത്തേഡിൽ നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, റോ മെറ്റീരിയൽസ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് ഫ്രൈറ്റ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി. റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്ലസിൻ്റെ കൂടെ പ്രൊപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രൈറ്റും ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയും, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫ്രൈറ്റ് ഡ്യൂട്ടി, ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു രീതി. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ഗുഡ്സ് അണ്ടർ മാനുഫാക്ചർ ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് പ്ലസ് എ പെർസെൻറ്റേജ് ടു കവർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചർ. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ റോ മെറ്റീരിയലും പിന്നെ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാനുഫാക്ചറിങ് എക്സ്പെൻസും പ്ലസ് എ പെർസെൻറ്റേജ് കവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസും. അങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഫ്ലോട്ടിംഗ് അസറ്റ്സ്. ദ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏതാണ് ലോവർ അതിനനുസരിച്ച് വാല്യൂ ചെയ്യും. The next, goods on consignment. The stock of goods with consign on the date of balance sheet is valued at cost price plus proportionate expenses like freight, rent or market price whenever is lower. അല്ലേ? ഏതാണോ മാർക്കറ്റ് പ്രൈസ് ആണോ പ്രൊപ്പോർഷനേറ്റ് ഫ്രൈറ്റ് പ്രൈസ് ആണോ ലോവർ അതിനനുസരിച്ച് വാല്യൂ ചെയ്യുന്നു. ഇനി ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. ദ ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ഷുഡ് നെവർ ബി വാല്യൂഡ് അറ്റ് മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. ഒരിക്കലും കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിട്ട് അല്ലെങ്കിൽ വേറെ കോസ്റ്റ് പ്രൈസ് അല്ലാതെ വേറെ രീതിയിലും അത് വാല്യൂ ചെയ്യില്ല. ഇനി സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ്. There are certain peculiar nature of goods whose value tend to rise with the passage of time. These are not treated as floating assets. Examples diamond, wine, leather, etc. അത് നമ്മൾ കോസ്റ്റ് പ്രൈസ് പ്ലസ് വാല്യൂഡ് ആയിട്ട് എബോ കോസ്റ്റിലാണ് നമ്മൾ അത് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്റ്റോക്ക് ഓഫ് പ്ലാന്റേഷൻ പ്രൊഡക്ട്സ്. ഇൻ കേസ് ഓഫ് പ്ലാന്റേഷൻ ഓഫ് ടീ, റബ്ബർ, കോഫി, സ്പൈസ് അങ്ങനെയുള്ളത് നമ്മളെങ്ങനെയാണ് വാല്യൂ ചെയ്യുക എന്നുള്ളത്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് യൂഷ്വലി വാല്യൂഡ് അറ്റ് ദ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് റീസണബിൾ സെല്ലിംഗ് പ്രൈസ്. എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് റീസണബിൾ സെല്ലിംഗ് പ്രൈസിലാണ് നമ്മളത് വാല്യൂ ചെയ്യുന്നത്. ഇനി സ്റ്റോഴ്സ് ആർട്ടിക്കിൾസ്. സ്റ്റോഴ്സ് ഐറ്റംസ് ആർ നോട്ട് ഹെൽഡ് ഫോർ സെയിൽ. അതായത് ഓയിൽ, ടെലോ, ഗ്രീസ്, fuel, dyes, etc. These goods have been consumed during the process of manufacture. They are not to be included in the list of stock in hand. അത് നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡിൽ വരില്ല. They are not to be included in the stock in hand and the cost of used portion of these items must be put in on the debit side of manufacturing accounts to arrive correct cost of production. Okay. ഇനി നെക്സ്റ്റ് വരുന്നത് സ്പെയർ പാർട്സ്. Spare parts needed to fix the upkeep of plant and machinery. The spares are not included in the stock sheet. Whenever an item is used to plant and machinery account should be debited. അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റാണ്
ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡിൽ ഓരോന്നും വാല്യൂ ചെയ്യുന്നത്. ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പറയുന്ന മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ്. അതിൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഫസ്റ്റ് വൺ യൂണിറ്റ് കോസ്റ്റ്. ഇതെല്ലാം നിങ്ങൾ 4th സെമ്മിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നേ ഉള്ളൂ. ഫസ്റ്റ് അക്കൗണ്ട് യൂണിറ്റ് കോസ്റ്റ്. If goods have been purchased in different lots and the goods in stock be easily identified with the help of invoice and cash memos, the cost price can be ascertained. The cost price of unsold stock can be found out from their respective invoice. ഇപ്പോൾ യൂണിറ്റ് കോസ്റ്റിൽ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അതായത് ഡിഫറെൻറ്റ് ലോട്ട്സിൽ ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻവോയ്സിൻ്റെ സഹായത്തോടുകൂടി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. കോസ്റ്റ് പ്രൈസിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, അസർട്ടൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് ആവറേജ് കോസ്റ്റ്. ഇഫ് ദ ഗുഡ്സ് ഹാവ് ബീൻ പർച്ചേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം ദേ ആർ മിക്സഡ്. പല ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് നമ്മൾ വാങ്ങുന്നത്, പക്ഷെ നമ്മളത് മിക്സപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് അതിൻ്റെ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ദ കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ടു ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിന് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടിയിട്ട് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് ആൻഡ് പർച്ചേസ്. ദെൻ തേർഡ് വൺ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. According to this method, the cost is computed on the assumption that goods now in the stock represent latest. FIFO കൺസെപ്റ്റിലെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ലേറ്റസ്റ്റ് പർച്ചേസ് ആണ്. ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ദ റിമൈനിങ് സ്റ്റോക്ക് വിൽ റെപ്രസെൻറ്റ് ദ ലേറ്റസ്റ്റ് പർച്ചേസ്. ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ഇൻവോയ്സ്. ലേറ്റസ്റ്റ് ഇൻവോയ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിഫോ മെത്തേഡിലൂടെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിഫോ മെത്തേഡിലൂടെയോ ദ ലേറ്റസ്റ്റ് പർച്ചേസസ് ആർ സോൾഡ് ഓർ ഇഷ്യൂഡ് ഫസ്റ്റ് ആൻഡ് അൺസോൾഡ് സ്റ്റോക്ക് കൺസിസ്റ്റ് ഓഫ് ദ ഏർലിയസ്റ്റ് പർച്ചേസ് ആൻഡ് ഇസ് വാല്യൂഡ് അക്കോർഡിംഗ്ലി. അങ്ങനെ നമ്മൾ അൺസോൾഡ് പർച്ചേസുകളാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. പ്രാക്ടിക്കലി ദിസ് മെത്തേഡ് ഇസ് നോട്ട് മച്ച് യൂസ് ഫോർ വാല്യൂഷൻ. ലിഫോ നമ്മൾ പ്രാക്ടിക്കലായിട്ട് വാല്യൂഷന് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫിഫ്ത്ത് വൺ പറയുന്നു സ്റ്റാൻഡ് കോസ്റ്റ് മെത്തേഡ്. സ്റ്റാൻഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ under this method a predetermined or budgeted cost per unit is used for stock valuation. സ്റ്റോക്ക് വാല്യൂഷനിൽ നമ്മളൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി സിക്സ്ത് വൺ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ദ നോർമൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ് ചാർജസ് ഫ്രം ദ പ്രിവൈലിംഗ് സെല്ലിംഗ് പ്രൈസ്. ഇത് നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിലാണ് കൂടുതൽ യൂസ് ചെയ്യുക. ദ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ദ നോർമൽ മാർജിൻ. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ് ചാർജസ് ഫ്രം ദ പ്രിവെയിലിംഗ് സെല്ലിംഗ് പ്രൈസസ്. എസ്റ്റിമേറ്റഡ് ഓവർഹെഡ് ചാർജസും എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസും ഓവർഹെഡ് ചാർജസും നമ്മൾ സെല്ലിംഗ് പ്രൈസ് പ്രിവെയിൽ ചെയ്യുന്നു. ഓക്കെ, ദെൻ സെവൻത്ത് വൺ ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡ് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. Under this method, a certain minimum or basic quantity of material for carrying the business is always essential to be in stock and the quantity remains same almost every year. ഇവിടെ this quantity of stock more or less is fixed. The stock should be valued at a normal and long period price. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് നോർമൽ ആൻഡ് ലോങ് പീരീഡ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വേറെ രണ്ട് ടോപ്പിക് ഉള്ളത് മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ടേഷനാണ്. രണ്ട് മെത്തേഡാണ് മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ടേഷനിൽ വരുന്നത്. ഒന്ന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും ഒന്ന് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇനി എന്താണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? റീപ്ലേസ്മെൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ എമൗണ്ട് ഫോർ വിച്ച് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ദ സ്റ്റോക്ക് കുഡ് ബി പർച്ചേസ്ഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദസ് ഇറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് വിച്ച് സച്ച് ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ഇൻക്ലൂഡിങ് ദ എക്സ്പെൻസസ്. അതായത് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഫോർ വിച്ച് ഓർഡിനറി കോഴ്സും നമ്മൾ സാധാരണത്തെ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് അത് ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും സാധാരണ ഒരു ബിസിനസ് നടത്തുമ്പോൾ. ദസ് ഇറ്റ് ഈസ് അത് എന്തിലാണ് മാർക്കറ്റ് പ്രൈസാണ്. അതിൽ ക്യാൻ ബി പർച്ചേസ് ഇൻക്ലൂഡിങ് അതിലെല്ലാ എക്സ്പെൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് നെറ്റ് റിയലൈസബിൾ
വാല്യൂ. ഇതെന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ? നെറ്റ് റിയലൈസബിൾ വാല്യൂ മീൻസ് ദ എമൗണ്ട് ഫോർ വിച്ച് ദ സ്റ്റോക്ക് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സ്റ്റോക്ക് എന്ത് ചെയ്യണം? ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഡേറ്റിന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? സോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റഡ് ഔട്ട് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. ദ നെറ്റ് എമൗണ്ട് ഈസ് നോൺ ആസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതായത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് ഔട്ട് ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ നെറ്റ് എമൗണ്ട് ഈസ് നോൺ ആസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറയാനുള്ളത് മെത്തേഡ് ഓഫ് വാല്യൂഷൻ. മെത്തേഡ് ഓഫ് വാല്യൂഷൻ, അതിന് മുന്നേ ഒരു ബേസിസ് ഫോർ വാല്യൂഷൻ ഉണ്ട്. ബേസിസ് എന്ന് പറയുന്നത് ജനറലി stock should be valued at the lower cost price and net realizable value or at the lowest replacement value. The basis of valuation is to be consistently followed year after year. ഓരോ വർഷവും അത് വ്യത്യാസം കൺസിസ്റ്റൻ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. The objective of such valuation of stock should exhibit a true and fair view of the business. ഇനി രണ്ട് മെത്തേഡ് വാല്യൂഷനാണ് വരുന്നത്. ഒന്ന് പിക്ക് ആൻഡ് ചൂസ് മെത്തേഡും ഗ്ലോബൽ മെത്തേഡ്. ഏതൊക്കെയാണ്? പിക്ക് ആൻഡ് ചൂസ് മെത്തേഡും ഗ്ലോബൽ മെത്തേഡും. എന്താണ് പിക്ക് ആൻഡ് ചൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? പിക്ക് ആൻഡ് ചൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈസ് ആൾസോ കാൾഡ് ഇൻഡിവിജ്വൽ മെത്തേഡ് ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ചൂസിങ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് സ്റ്റോക്ക് ആൻഡ് അപ്ലൈയിങ് ദ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ടു ദ ഇൻഡിവിജ്വൽ ഐറ്റംസ്. എന്താ സംഭവിക്കുന്നത്? പിക്ക് ആൻഡ് ചൂസ് മെത്തേഡിലെ ഇൻഡിവിജ്വൽ മെത്തേഡ് എന്നാണ് പറയുക. ഈ മെത്തേഡ് ചൂസിങ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് സ്റ്റോക്ക്, ഓരോ ഐറ്റം സ്റ്റോക്കിൽ ഓരോ ഐറ്റത്തെ എടുത്തിട്ട് ആൻഡ് അപ്ലൈ ചെയ്യുന്ന കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിക്ക് ആൻഡ് ചൂസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോബൽ മെത്തേഡ്. എന്താണ് ഗ്ലോബൽ മെത്തേഡ്? അണ്ടർ ദിസ് മെത്തേഡ് of stock valuation, the aggregate cost of all the items of stock is taken separately and also the aggregate market price is computed. After comparing these two valuations, the lower valuation becomes the basis for valuation stock. അതായത് ഈ ഒരു മെത്തേഡിൽ പറയുന്നത് സ്റ്റോക്ക് വാല്യൂഷൻ, ദ അഗ്രിഗേറ്റ് കോസ്റ്റ് ഓഫ് ഓൾ ദ ഐറ്റംസ് ഓഫ് സ്റ്റോക്ക് ഈസ് ടേക്കൺ സെപ്പറേറ്റ്ലി. കോസ്റ്റിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ആൾസോ ദ അഗ്രിഗേറ്റ് മാർക്കറ്റ് പ്രൈസസ് കമ്പ്യൂട്ടർ. അഗ്രിഗേറ്റ് മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ്. ആഫ്റ്റർ കമ്പയറിങ് ദീസ് ടു വാല്യൂഷൻസ്, ദ ലോവർ വാല്യൂഷൻ ബിക്കംസ് ദ ബേസിസ് ഫോർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്. അതായത് ലോവർ വാല്യൂഷനാണ് നമ്മൾ എന്ത് പറയുക? വാല്യൂഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ ബേസായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. മെത്തേഡ് ഓഫ് വാല്യൂഷനിൽ പിക്ക് ആൻഡ് ചൂസ് മെത്തേഡും ഗ്ലോബൽ മെത്തേഡും. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോർ വാല്യൂഷൻ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഡെപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഡെപ്റ്റേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ കുറച്ച് പറയുണ്ടായി. സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞു. സ്റ്റോക്ക് 3 രീതിയിൽ: റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. പിന്നെ പറഞ്ഞു ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ റിഗാർഡ്സ് വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അല്ല വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, അതിൽ യൂണിറ്റ് കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, സ്റ്റാൻഡ് കോസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ടേഷൻ, അതിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. മെത്തേഡ് ഓഫ് വാല്യൂഷനിൽ വരുന്നതാണ് പിക്ക് ആൻഡ് ചൂസ് മെത്തേഡ്, ഗ്ലോബൽ മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് വാല്യൂഷൻ ഓഫ് ഇതിൽ വരുന്നത്. ഇനിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു വലിയൊരു എസ്സേ വരാനുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ മൊത്തം വാല്യൂഷൻ ഓഫ് അസറ്റ്സ് വരുമ്പോൾ ഇതെല്ലാം അതിൽ പെടും.
അപ്പോൾ ഒരു സെമിനാർ അല്ല ഒരു എസ്സേക്കിലല്ല സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണിത്. ശ്രദ്ധിച്ച് കേൾക്കുക, വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ.